ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അതെ, അവർ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിനു നേരെ നീ കൈനീട്ടും. നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. The Lord will fulfill his purpose for me. Your love, O Lord, endures forever. Do not abandon the works of your hands. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗ്ഗിതമേ കരുണാമയ കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ ഈ സമയത്ത് അപ്പാ നിന്റെ സന്നിധിയിലേക്ക് അടിയങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക അപ്പാ ഇന്നത്തെ സമയം ദൈവമേ ഈ സങ്കീർത്തന ദൈവ ശുശ്രൂഷയിലൂടെ അപ്പാ നീ ഞങ്ങളോട് ഇടപെടണം. അതിന് നിന്റേതാണ്, ആത്മാക്കൾ നിന്റേതാണ്. അപ്പാ നീ ഇടപെട്ടതെന്ന് നീയോട് സ്തുതിക്കുന്നു. ശക്തിയിലേക്ക് ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Please be seated. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. Greetings to you all in matchless name of our Lord and Savior Jesus Christ. വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം നന്നായി നല്ല മഹാഭാഗ്യത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. Praise and thank God for giving us one more opportunity to stand in midst of you. 138 സങ്കീർത്തനമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. Today we have read Psalms 138. നമ്മുടെ മുമ്പിൽ കർത്തൃമേശയുണ്ട്, അതുകൊണ്ട് അധികം സമയം എടുക്കത്തില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. We are not going to take much time because we have Lord's table today. ഇതിന്റെ ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്നു ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്നാണ്. In the heading we can see it is a psalm which was written by David. ഇവിടെ ദാവീദും ദൈവവുമായിട്ടൊരു ബന്ധത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. And it shows a connection and the relationship between David and God. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രം ദാവീദും ദൈവവുമായിട്ടുള്ള ബന്ധമാണെങ്കിലും ഇവിടെ നമ്മളും ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. And even though it shows the relationship between David and God, let us focus on our relationship with God. ഇവിടെ നമ്മൾ ഓരോ വചനങ്ങൾ വായിക്കുമ്പോഴും ദൈവം എന്നോട് സംസാരിക്കുന്നു എന്നൊരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുക. And when we read each verse we should have a feeling that it is about us. ഇതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. The first verse says I will praise you, O Lord, with all of my heart. നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു പൂർണ്ണത ഉണ്ടായിരിക്കുക. And everything that we do we should be with all our heart. പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണത ഉണ്ടായിരിക്കുക. When we pray we should do it in completeness. പാട്ട് പാടുമ്പോൾ പൂർണ്ണത ഉണ്ടായിരിക്കുക. And when we sing we should be should be from our heart. നമ്മൾ ഉപവാസത്തിലാണെങ്കിൽ അത് കഴിയുമ്പോൾ നമുക്കൊരു വിശ്വാസം വേണം. ഞാൻ പൂർണ്ണമായിട്ടാണ് ഞാൻ ഉപവാസം എടുത്തൊരു ചിന്ത നമ്മുടെ ഉണ്ടായിരിക്കുക. And after we had fasting we should have a hope and faith that we did this in bottom of our heart. നമ്മുടെ സഹോദരങ്ങളൊക്കെ പുതുതായിട്ട് വണ്ടിയും കൊണ്ട് വാഹനവും ഒക്കെ എടുത്തിട്ടുണ്ട് അല്ലേ? And we all know that some of our brothers have bought a new cars. ഇപ്പൊ നമ്മുടെ സഹോദരങ്ങളൊക്കെ ഒരു വഴിക്ക് പോയിട്ട് വരും പറയുമോ ഇന്നത്തെ ഓട്ടം അത്ര ശരിയായില്ല, ഒത്തിരി ഹോണടിയൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞല്ലേ? And sometimes when they went they came back and said that they received a few horns. അവരുടെ ഡ്രൈവ് കണ്ടപ്പോൾ അവർക്ക് തന്നെ ഒരു വിശ്വാസം തോന്നുന്നില്ല, ഒരു പൂർണ്ണത തോന്നുന്നില്ല അവർ ഡ്രൈവിംഗ് കണ്ടപ്പോൾ. And when we see that driving we haven't have much confidence in them. എന്നാൽ നമ്മുടെ ദൈവമക്കളെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഇരിക്കുമ്പോൾ നമുക്കൊരു പൂർണ്ണത ഉണ്ടായിരിക്കും. But when we are in the presence of God we should have the confidence in ourselves. നമ്മൾ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ലൂക്കോസ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം അല്ലേ? എല്ലാത്തിനും പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ശക്തി, പൂർണ്ണ മനസ്സോ ഒന്നുകൂടി ദൈവത്തെ സ്നേഹിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. And in Luke we can see that we should praise God with all of our heart, with all of our might, with all of our strength. And we shouldn't do it with any less than that. നമുക്ക് ദാവീദിനെ പറ്റി പറഞ്ഞു. ദാവീദ് ദൈവം തിരഞ്ഞെടുത്തെങ്കിലും ദാവീദ് ഒരു പൂർണ്ണത, ഒരു എല്ലാ കാര്യത്തിലും ഒരു പൂർണ്ണതയുള്ള മനുഷ്യനാണ് ദൈവസന്നിധിയിലേക്ക്. And when we see David's life we can see that everything that he did for God was from his bottom of our heart. അതിന്റെ കൂടെ പറഞ്ഞിരിക്കുന്നു പൂർണ്ണതയോടുകൂടി നിനക്ക് സ്തോത്രം ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. And in here we can see that he praises God with all of his heart. ദൈവത്തെ സ്തോത്രം ചെയ്യുക. We should praise him. നമ്മൾ ഓരോരുത്തരും ദൈവത്തെ സ്തോത്രം ചെയ്യുന്നവരാണ്. We all praise God. ഇവിടെ ഈ വചനത്തിൽ ഈ 132 സങ്കീർത്തനത്തില് ഇതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. Before the gods I will sing your praise. അതിനു മുമ്പ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു.
I'll praise you with all my heart. അതിന്റെ 2 പറഞ്ഞിരിക്കുന്നു, നിന്റെ ദയയും വിശ്വസ്തയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. I'll praise your name for your love and your faithfulness. അതിന്റെ 4 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, നിന്റെ വായിൽ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യുന്നു. And we praise God when they hear the words of your mouth. അതായത് നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യും, നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. And when we praise God, we shouldn't be a person who counts everything. നമ്മൾ ഈ പ്രസംഗമൊക്കെ കേൾക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങ് സ്തോത്രം ചെയ്തോണം ദൈവത്തെ അങ്ങ്. And when we hear God's message, we should praise God. അല്ലെ ആരെങ്കിലും എന്തെങ്കിലും കേൾക്കും വിചാരിക്കും എന്നൊരു തോന്നലൊന്നും നമുക്ക് ഒരിക്കലും And ഉണ്ടാകരുത്. we shouldn't have a feeling that if I say praise to God, that others will judge us. പ്രയർ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ഉള്ളിൽ പൂർണ്ണത ഉണ്ടായിരിക്കും, ഞാൻ ഇന്ന് ആത്മാർത്ഥമായിട്ടാണ് ദൈവത്തെ സ്നേഹിച്ചതെന്ന്. And when we, after the prayer, when we leave this church, we should have a confidence in ourselves that we praise God with all of our heart. അപ്പൊ അതിന്റെ താപ്പോട്ട് വീണ്ടും പറയുന്നു, പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മെയിനായിട്ടുള്ള കാര്യമാണ്, നമുക്ക് തക്ക സമയത്ത് നമുക്ക് വേണ്ടി കരങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തെ പറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. And in the below verses, we can see we have a God who works for us at the perfect time. പിന്നെ 137 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, In verse 7, it says, എന്റെ ശത്രുക്കളുടെ ക്രോധത്തിനു നേരെ നീ കൈ നീട്ടും. you stretch out your hands against the anger of my foes. പിന്നെ പറയുന്നു, നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. With your right hand, you save me. പിന്നെ അതിന്റെ 8 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത്. And the 8th verse, it says, do not abandon the work of your hands. ഇതില് 3 ടൈപ്പുള്ള ഒരു കരനീട്ടലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. And we can see 3 types of stretching his hand. നമ്മൾ അത് ചിന്തിച്ചു, നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ ദൈവം നമുക്ക് വേണ്ടി കരങ്ങൾ നീട്ടുന്ന ദൈവമാണ്. And we all know that God will stretch out his hand for us in different types. നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി കരം നീട്ടുക. Sometimes he stretches his hand to save us. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രശ്നം വന്ന, അതായത് നമ്മൾ തെറ്റ് കാണിച്ച ക്രോധത്തോടുകൂടിയുള്ള ദൈവത്തിന്റെ ഒരു കരനീട്ടലുണ്ട്. And sometimes when we make mistakes, he will stretch out his hand towards us to show his anger. പിന്നെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ നോക്കുന്ന പോലെ ഒരു കരുതലോടുകൂടിയുള്ള ഒരു കരനീട്ടലുണ്ട് ദൈവത്തിന്റെ. And also when we see our kids, we stretch our hands with the care, and he will stretch it like that to us. നമ്മൾ ചിന്തിച്ചു, നമ്മൾ ഏത് ഗണത്തിലാണ് പെടുന്നത് നമ്മൾ വേണം തീരുമാനിക്കാനായിട്ട്. And we should judge ourselves. Why is God stretching his arms? Is it which reason is he stretching his arms? നമ്മൾ ഇത്രയും ചിന്തിക്കുക, ഒരു വഴിക്ക് പോകുമ്പോൾ ദൈവമേ നിന്റെ ഒരു കരുതൽ എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക. And when we go someplace, and we should pray that let his hand be with us. ഇങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, പ്രാർത്ഥനയെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. And the next thing, the important thing is saying about prayer. നമുക്ക് അതിന്റെ 132:3 ഒന്ന് വായിക്കാം. Let's read the 3rd verse. When I called, you answered me. You made me bold and stout-hearted. ഞാൻ വിളിച്ചപേക്ഷ നാളിൽ നീ എനിക്ക് ഉത്തരം അരുളി. It says, when I called, you answered me. ഇന്ന് വിളിച്ചു നാളെ ഉത്തരം നൽകിയെന്നല്ല, ഇന്ന് വിളിച്ചു എനിക്ക് ഇന്ന് തന്നെ ഉത്തരം നൽകി എന്നാണ് പറഞ്ഞേക്കുന്നത്. It doesn't say that when I called today, he didn't answer tomorrow. He's going to answer it now. പിന്നെ ഒരു ഓഫറും കൂടെ തന്നേക്കുന്നു, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. And there's also an offer with it that he's going to give my heart the boldness and the stout-hearted. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതാണ് ബലവും ധൈര്യവും. And we should all have at this moment in our life the faith and the boldness that we need. നമുക്കറിയാം, പലരും ചിലപ്പോൾ വെളിയിലൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, പക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങി തിരികുമ്പോൾ അറിയാം അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളെയും പറ്റി. And when we see each other, sometimes people are looking bold outside. When we go into it, they might be having problems. ആ സമയത്ത് ഒരു കെയറിങ് ദൈവത്തിൽ നിന്ന് അവർക്ക് ഉറപ്പായിട്ടും ലഭിച്ചേ മതിയാവും. And at that time, they need God's love and care. നമുക്കറിയാം, ഓരോരുത്തരൊക്കെ ആത്മഹത്യയുടെ വക്കിലേക്കൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. And we have seen people around us who are in the verge of suicide. അവർക്ക് തക്ക സമയത്ത് ഒരു കരങ്ങൾ നീട്ടാൻ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക ഒരു ദൈവമക്കൾ പോലും ആ സമയത്ത് കാണത്തില്ലായിരിക്കും. Maybe those people doesn't have that advantage of having children of God stretching their arms. നമുക്ക് ദൈവമക്കളെ നമുക്ക് വിശ്വാസത്തോടെ പറയാൻ സാധിക്കണം, എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമുണ്ടെന്ന് പറയാൻ സാധിക്കണം. For us, we should have that confidence that when we are in that situation, we have a God who is going to stretch his arm towards us. വിശ്വാസത്തോടെ പറയണം, ഞാൻ വിളിച്ചാൽ അന്ന് തന്നെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയാൻ സാധിക്കണം. And we should have a faith that when I call, he is going to answer straight away. നമുക്കറിയാം, ഹന്നയെ പറ്റി നമ്മൾ ബൈബിൾ വായിച്ചിട്ടുണ്ട്. We've read about Hannah. ഹന്ന ദൈവസന്നിധിയിലേക്ക് ഇരുന്ന് കരഞ്ഞു. And Hannah came to his presence and cried. അവൾ കരഞ്ഞത് ഒരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു കരഞ്ഞത്. She cried for a baby. അവൾ കരഞ്ഞപ്പോൾ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു, അവൾക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു. And when she cried, God answered the prayer and gave her a son.
ആ ശമൂവേൽ ബാലനെ കൊണ്ട് അവൾ ദൈവസന്നിധിയിൽ പോയി പറഞ്ഞു, ദൈവമേ, ഞാൻ ഈ കുഞ്ഞിനു വേണ്ടി കരഞ്ഞു, ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചു, നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എനിക്കൊരു കുഞ്ഞിനെ തന്നിരിക്കുന്നു. And once she got Samuel, she went with Samuel to the church and said, I prayed to you and you answered, and here is the son that you gave me. നമ്മൾ ആത്മാർത്ഥത്തോട് പറയുക, ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. And we should have that faith that when we cry and pray to God, he is going to answer you. രണ്ടാമത്തത് നമ്മൾക്ക് എന്റെ അതിന് ഈ മൂന്നിന്റെ രണ്ടാമത്തിൽ പറഞ്ഞു, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. And it says that you made me bold and strength. നമുക്കറിയാം, ആന്തരികമായ ഒരു ബലം നമുക്ക് ഓരോരുത്തർക്കും അത്യാവശ്യമാണ്. And we all need a boldness and a strength in our hearts. നമ്മുടെ പുറമേ ഉള്ള ബലം വരണം. നമുക്ക് പുറമേ ബലം പ്രാപിക്കണമെങ്കിൽ ആഹാരം കഴിച്ചാൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് എൻജോയ്മെന്റ് വെളിയിലൊക്കെ പോയി നമുക്ക് ബലം ലഭിക്കുന്നതായിരിക്കും. And if we want to get strong physically, we can have food, go do exercise, but internally, നമ്മുടെ ആന്തരികമായ നമുക്ക് ഒരു കരസ്പർശം ഏറ്റ് നമുക്ക് ബലം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഒരു ഇടപെടൽ തന്നെ ഉണ്ടായാലേ സാധിക്കത്തുള്ളൂ. But if we want the strength inside of our hearts, God's hand needs to be stretched out. അതിന് നമ്മൾ ആത്മാർത്ഥമായിട്ടും പൂർണ്ണ ഹൃദയത്തോടു കൂടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ. And we can only receive this if we are sincere in our prayers and go and praise him with all our hearts. നമ്മൾ വചനത്തിൽ കേട്ടിരിക്കുന്ന ഏലിയാവ് ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു, ദൈവം എനിക്ക് മരിച്ചാൽ മതി, നീ എന്റെ ജീവൻ എടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. And we know that Elijah, he went to God and said, let me die. ഏലിയാവിന് വേണ്ടി ദൈവം ഒരു ദൂതനെ ഇറക്കി എന്നാണ് കാണാൻ സാധിക്കുന്നത്. And in that instance we can see an angel of God was sent there. അവന് വേണ്ടുന്ന ആഹാരവും അവന് വേണ്ടുന്ന വെള്ളവും ദൈവം അവനെ മരുഭൂമിയിലേക്ക് എത്തിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. And God provided the food and the water that he required in that desert. വചനം പറയുന്നു, ഏലിയാവ് ആഹാരം കഴിച്ച് 40 ദിവസത്തോളം മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു, ദൈവത്തിന്റെ ഹോരേബ് പർവ്വതത്തിൽ എത്തിയെന്ന് കാണാൻ സാധിക്കുന്നു. And we can see that Elijah had that food and water and walked for 40 days and night with that strength. ഏലിയാവിനെ നമുക്ക് ആ വചനത്തിൽ കാണാൻ സാധിക്കും. ആ ഒരു 40 ദിവസം അവന്റെ യാത്രയില് ദൈവം അവനെ നടത്തിയ വഴികൾ, അവൻ ചെയ്ത ശുശ്രൂഷകൾ, അവന് നടത്തിയ കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. And we can see how many struggles that he had to go during that 40 days, how many ministries that he had to do during that 40 days. മരിക്കുവാൻ വേണ്ടി കരഞ്ഞ ഏലിയാവിനെ ദൈവം നടത്തിയെങ്കിൽ നമ്മൾ ചിന്തിച്ചു കൊടുക്കുക, നമ്മളെ ദൈവത്തെ ഒന്ന് ഏൽപ്പിച്ചാൽ മാത്രം മതി, ദൈവം നമ്മളെ നടത്തുന്നതായിരിക്കും. And God provided the strength to Elijah, who wanted to die, but God gave him the strength to walk all those while. How much can he love us and give us the strength if we cry unto him? പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം പറയുന്നു, അതിന്റെ 7ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കുന്നു. In verse 7 it says, though I walk in the midst of trouble, you preserve my life. നമ്മൾ കഷ്ടതയുടെ നടുവിലാണെങ്കിലും നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസമുണ്ടോ? And we should know that even in the midst of trouble, we have a God who is going to give you life. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവും അവരുടെ മുമ്പിലേക്ക് അവര് ഒരു പ്രതീക്ഷയുമില്ല, ഒരു ഹോപ്പും ഇല്ലാതെ ഇറങ്ങിയ സമയത്ത് ദൈവം 4ാമനായി അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു. We all know the story about Shadrach, Meshach and Abednego, and when they didn't had a hope, and when they went to the fire, God came out as the 4th person in midst of them. ദാനിയേലിനെ സിംഹക്കൂട്ടിൽ നിന്ന് ദൈവം രക്ഷിച്ചു. And God saved Daniel from the lion's den. അപ്പോൾ നമ്മൾ ആയിരിക്കും, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. And we all have a God who is going to have a life in him. നമുക്ക് പറയാൻ സാധിക്കണം, ഞാൻ കഷ്ടത നടുവിലാണെങ്കിലും എനിക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൈവം എന്റെ കൂടെ ഉണ്ട്. Even in the midst of trouble, we have a God who is going to come in the middle of it. നമ്മൾ അവന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമ്മളെ തന്നെ ഒന്ന് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചാൽ മാത്രം മതി. And we all only need to surrender ourselves fully to him. നമ്മൾ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്ക് പറയാൻ സാധിക്കും, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവൻ എനിക്ക് ഉത്തരം വരണമെന്ന് പറയാൻ സാധിക്കണം. And in that instance, we can say that when I cried unto him, that he answered. നമ്മൾ ഓരോരുത്തരും സ്തോത്രത്തോടു കൂടിയായിരിക്കുക. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വചനത്തിൽ നിന്നിരിക്കുന്നു. സ്തോത്രം. Let us be praising God and be bold and strong in his presence. And may God bless us with these words.